ഞാൻ പറഞ്ഞ ആരുടെ മുന്നിൽ അത് നിങ്ങളുടെ മൊഴിയെടുക്കേണ്ടി വരും, അത് വളരെ ഗുരുതരമായൊരവസ്ഥയാണ്, ഡെഡ് ബോഡി മാറിപ്പോയ വിഷയമാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എവിടെ വേണോ ഞാൻ പറയാം, എനിക്ക് തെറ്റിയിട്ടില്ല, എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും, എനിക്ക് തെറ്റിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഈ രണ്ട് ഈ പ്രിൻറ്റിൻ്റെയും ഫോട്ടോ എടുത്തിട്ട് നമ്മൾ സാധാരണ കോടതിയിലൊക്കെ എക്സ്പെർട്ട് ഒപ്പീനിയൻ കൊടുക്കുന്ന മാതൃകയിൽ രണ്ട് എന്തുകൊണ്ടൊന്നാവുന്നു എന്നുള്ള കാര്യം പ്രൂവ് ചെയ്തിട്ട് ഞാനൊരു റിപ്പോർട്ട് തയ്യാറാക്കി. ആ റിപ്പോർട്ട് വിത്ത് ഫോട്ടോഗ്രാഫ്സ് ഞാൻ വെച്ചിരുന്നു. കാരണം എപ്പോൾ ചോദിച്ചാലും എൻ്റെ കയ്യിലുണ്ടാവണമെന്നുള്ളത്. സാമ്പിൾ എടുക്കുന്നതിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ചെറിയ ബോഡികളായിരുന്നു. ഞാനൊരു ബോഡി കാണുമ്പോൾ രണ്ട് ഇടതുകാലും എടുത്ത് ഒന്നിച്ച് വെച്ചിരിക്കുന്ന ഒരു ബോഡിയിൽ ചേർത്ത് വെച്ചിട്ട് ഞാൻ കണ്ടതാണ്. രണ്ട് വിരലടയാളം പരിശോധിക്കുമ്പോഴും ഞങ്ങൾക്ക് 3 ഉത്തരമേ ഉണ്ടാവും. ഒന്നുകിൽ ഐഡൻറ്റിക്കൽ, അല്ലെങ്കിൽ നോട്ട് ഐഡൻറ്റിക്കൽ, അല്ലെങ്കിൽ ഇത് നോട്ട് കമ്പയറബിൾ, അൺഫിറ്റ്. ശ്രീ ഷിബു ആറന്മുളൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം. അദ്ദേഹം പുറ്റിങ്ങൽ അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്ങിനെ കുറിച്ച് പോലീസിൽ നിന്നുണ്ടായ ഒരു നിർദ്ദേശം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തുകയുണ്ടായി. അതിൻ്റെ ബാക്കി നമുക്ക് ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം. അപ്പോൾ എന്താണ് അന്ന് ഉണ്ടായത്? പോലീസ് താങ്കളോട് ആ ഫൈൻഡിങ് ശരിയല്ല എന്ന് പറഞ്ഞു. ആ ഫൈൻഡിങ് ശരിയല്ല എന്ന് നമ്മുടെ ഈ DNA പ്രൊഫൈലിംഗ് എന്നാണ് പറയുക. DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്നും പറയാറുണ്ട്. ഫിംഗർ പ്രിൻ്റ് പോലെ യുണീക്ക് ആയതുകൊണ്ടാണ് DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്നുള്ള പദം ഉപയോഗിക്കുക. ശാസ്ത്രീയമായി അതിനെ പറയുന്ന DNA പ്രൊഫൈലിംഗ് എന്നാണ്. DNA പ്രൊഫൈലിംഗ് നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിലെ ജീവനുള്ള കോശങ്ങളിലെല്ലാം തന്നെ DNA ഉണ്ട്. അത് ന്യൂക്ലിയസിനുള്ളിലും ഉണ്ട്, സെല്ലുകൾ കോശങ്ങളുടെ ന്യൂക്ലിയസിനുള്ളിലുണ്ട്, ന്യൂക്ലിയസിന് പുറത്തുമുണ്ട്. മൈറ്റോകോൺട്രിയ തുടങ്ങിയ ഭാഗങ്ങൾ, സെൽ ഓർഗനൽസ് എന്ന് പറയും, അതിനകത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഈ DNA-യുടെ ഒരുപാട് ഭാഗങ്ങൾ ജീനുകളായി, DNA-യുടെ വ്യത്യസ്തമായ ഭാഗങ്ങളാണ് നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകൾ എന്ന് പറയുന്നത്. പ്രോട്ടീൻ സിന്തസിസ് ആണ് വാസ്തവത്തിൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം. നമ്മുടെ ശരീരത്തിൽ പ്രത്യേക പ്രോട്ടീൻ ഓരോ കോശത്തിലും DNA ഉണ്ട്. അത് കൂടുതലും നമ്മുടെ നിർണായകമായ DNA എന്ന് പറയുന്നത് ന്യൂക്ലിയസിനുള്ളിലാണ്, കോശത്തിൻ്റെ മർമ്മം നടക്കുന്ന ഭാഗത്താണ്. DNA അതിന് പുറത്തുമുണ്ട്. ശരീരത്തെ, അതായത് ഈ ഒരു സെല്ലിൻ്റെ പ്രോട്ടോപ്ലാസ്മം എന്ന് പറയുന്ന മൊത്തത്തിൽ അതിനുള്ളിൽ ഈ സൈറ്റോപ്ലാസം എന്ന് പറയുന്ന ഭാഗത്ത്, അതുപോലെ ന്യൂക്ലിയസിനുള്ളിലാണ് ന്യൂക്ലിയോപ്ലാസം. ഏറ്റവും കൂടുതൽ ന്യൂക്ലിയസിനുള്ളിലാണ് DNA ഉള്ളത്, അല്ലാതെ പുറത്തുമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ DNA ഭാഗങ്ങളെ പരിശോധിക്കുമ്പോൾ DNA എന്ന് പറയുന്നത് ഒരു ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു തന്മാത്രയാണ്. അപ്പോൾ ആ തന്മാത്രയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നൈട്രജൻ ബേസുകൾ എന്നറിയപ്പെടുന്ന, അതിലേക്ക് അതിൻ്റെ അത് കൂടുതൽ നടക്കുന്നില്ല, അത് യുണീക്കായിട്ടുള്ള ചില ഭാഗങ്ങൾ ഉണ്ടാവും. അപ്പോൾ ചില ഭാഗങ്ങൾ അത് ജീനായി പ്രവർത്തിക്കും, ചില ഭാഗങ്ങൾ ജീനായിട്ട് പ്രവർത്തിക്കത്തില്ല. അങ്ങനെയുള്ള ഭാഗങ്ങളിലുള്ള ആവർത്തനങ്ങളുണ്ട്. ചില ഭാഗങ്ങളിൽ അതിൻ്റെ നൈട്രജൻ ബേസുകൾ ഒരേ രീതിയിൽ ആവർത്തിച്ചു വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളുടെ ഈ പ്രത്യേകതകൾ ബ്ലഡ് റിലേറ്റീവ്സിൽ, രക്തബന്ധമുള്ളവരിൽ അത് ഒരുപാട് സമാനതകൾ കാണിക്കും. ആ സമാനതകളാണ് ഈ വ്യക്തി ഇന്ന ഫാമിലി ലൈനിലുള്ള ആളാണോ എന്നുള്ളത് പരിശോധിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് DNA പരിശോധന നടക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ പൊതുവായൊരു അറിവ് പറഞ്ഞതാണ്. ഞാനത് ആധികാരികമായി പറയേണ്ട ആൾ ഞാനല്ല. എൻ്റെ മേഖല ഫിംഗർ പ്രിൻ്റാണ്. ഞാനിത് പറഞ്ഞ കൂട്ടത്തിൽ പ്രേക്ഷകർക്കത് ഒരു വ്യക്തത കിട്ടാൻ വേണ്ടി പറഞ്ഞു വന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പരിശോധനയാണ് നടത്തുന്നത്. പരിശോധന കുറ്റമറ്റ പരിശോധനയാണ്, ശാസ്ത്രീയമാണ്. അപ്പോൾ ഇങ്ങനെ തെറ്റിയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടൂൾസും ടെക്നോളജിയും കൂടുതൽ സങ്കീർണമായ മെത്തഡോളജിയും ഒക്കെ ഉപയോഗിച്ചിട്ട് നടത്തുന്ന പരിശോധന ഫിംഗർ പ്രിൻ്റ് പരിശോധനയെക്കാളും കൂടുതൽ ആധികാരികമാണ് എന്നൊരു ധാരണ പോലീസിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വിരലടയാളം മാത്രം വെച്ച് പരിശോധിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ശരിയാവുന്നത് അതായിരിക്കും എന്നൊരു പൊതുധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം പറയുന്നത്. നിങ്ങൾക്ക് തെറ്റി എന്നുള്ളതാണ് ആദ്യമേ പറയുന്നത്. അവർക്ക് തെറ്റിയോ എന്നുള്ള കാര്യം അവിടെ ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നോട് ഈ തെറ്റി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് തെറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഈ ഒരു ശാസ്ത്രത്തെക്കുറിച്ച് എനിക്ക് 100% വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ പരിശോധന ശാസ്ത്രീയമാണെന്നുള്ളത് കൊണ്ടാണ്. ഫിംഗർ പ്രിന്റ് തെറ്റിയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് തെറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആരുടെ മുന്നിൽ, അത് നിങ്ങളുടെ മൊഴിയെടുക്കേണ്ടി വരും, അത് വളരെ ഗുരുതരമായൊരവസ്ഥയാണ്, ഡെഡ് ബോഡി മാറിപ്പോയ വിഷയമാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എവിടെ വേണോ ഞാൻ പറയാം, എനിക്ക് തെറ്റിയിട്ടില്ല, എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും, എനിക്ക് തെറ്റിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്തായാലും നാളെ കമ്മീഷണർ കാണാൻ പറഞ്ഞു. അപ്പോൾ സിറ്റിയിലെ കമ്മീഷണർ അടുത്ത ദിവസം രാവിലെ തന്നെ, അതിനിടയ്ക്ക് ഞാൻ രാത്രി ഉറങ്ങാതിരുന്ന് ഒരു കാര്യം ചെയ്തു.
ഈ രണ്ട് ഈ പ്രിൻറ്റിൻ്റെയും ഫോട്ടോ എടുത്തിട്ട് നമ്മൾ സാധാരണ കോടതിയിലൊക്കെ എക്സ്പെർട്ട് ഒപ്പീനിയൻ കൊടുക്കുന്ന മാതൃകയിൽ രണ്ട് എന്തുകൊണ്ടൊന്നാവുന്നു എന്നുള്ള കാര്യം പ്രൂവ് ചെയ്തിട്ട് ഞാനൊരു റിപ്പോർട്ട് തയ്യാറാക്കി. ആ റിപ്പോർട്ട് വിത്ത് ഫോട്ടോഗ്രാഫ്സ് ഞാൻ വെച്ചിരുന്നു. കാരണം എപ്പോൾ ചോദിച്ചാലും അത് എൻ്റെ കയ്യിലുണ്ടാവണം എന്നുള്ളതുകൊണ്ട് നാളെ ഇത് പ്രശ്നമാവും എന്നെനിക്ക്, ഇത് പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണല്ലോ എനിക്ക് മനസ്സിലായി. അപ്പോൾ അടുത്ത ദിവസം ഞാൻ സ്വാഭാവികമായിട്ട് കമ്മീഷണറെ വിളിപ്പിച്ചു. ഞാൻ അവിടെ ചെന്നു കാര്യം പറഞ്ഞു, എന്താണ് പറ്റിയതെന്ന് പറയാൻ പറഞ്ഞു. അദ്ദേഹം അങ്ങനെ ഭയങ്കര ശോഭിച്ചതൊന്നുമില്ല, എന്താണ് സംഭവിച്ചത് എന്താണെന്ന് അറിയാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മനസ്സിലെ മറ്റേ അസിസ്റ്റന്റ് കമ്മീഷണറോട് പറഞ്ഞിട്ടുള്ളത് അത് ഇത്രയും വലിയൊരു വിഷയമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഇത്തരം മിസ്റ്റേക്കൊക്കെ പറ്റും എന്ന രീതിയിലാണ്. അവരും അങ്ങനെ ഉള്ളിലെടുത്തിട്ടുണ്ട്, പക്ഷേ നമ്മളുടെ അടുത്ത് അത് കാണിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു സാർ ഇത് തെറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ DNA പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത് ഫുൾ പ്രൂഫായ സംഗതി. ഞാൻ പറഞ്ഞതാണ് സാർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്ക് തെറ്റിയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ ഇത് ശരിയാവുമെന്ന് ചോദിച്ചു. അതായത് DNA എന്ന് പറയുന്നത് ഈ ഫിംഗർ പ്രിന്റ് പോലെ തന്നെ ഫുൾ പ്രൂഫായ ഒരു ഐഡന്റിഫിക്കേഷൻ ആ ഫൈൻഡിംഗ് ടൂളാണ്. കറക്റ്റാണ്, നിങ്ങളുടെ ഫൈൻഡിങ്ങും കറക്റ്റാണ്. പക്ഷേ എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത് രണ്ടായി നിൽക്കുന്നത് എന്നുള്ളതാണ് ചോദ്യമാണല്ലോ. ചോദ്യമാണ്. ഞാൻ പറയും സാർ ഇത് എനിക്ക് ഈ തുടക്കം വരെ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇത് സാമ്പിളിങ്ങിൽ സംഭവിച്ചതാണ്. സാമ്പിൾ എടുക്കുന്നതിൽ സംഭവിച്ചതാണ്. അപ്പോൾ ആ സാമ്പിൾ എടുക്കുന്നതിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ചെറിയ ബോഡികളായിരുന്നു, പല ബോഡി ഭാഗങ്ങൾ. ഞാൻ തന്നെ സീനിൽ ഞാൻ ആ പഴയ നേരത്തെ പറഞ്ഞ സംഭവം പറഞ്ഞു. ഞാനൊരു ബോഡി കാണുമ്പോൾ രണ്ട് ഇടതുകാലും എടുത്ത് ഒന്നിച്ച് വെച്ചിരിക്കുന്ന ഒരു ബോഡിയിൽ ചേർത്ത് വെച്ചിട്ട് ഞാൻ കണ്ടതാണ്. അപ്പോൾ ഈ എടുക്കുന്ന ബോഡിയിൽ മറ്റ് ശരീരഭാഗങ്ങൾ ഇടകലരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് അറിയില്ല അത്. കാരണം അവർ വന്ന് സാമ്പിൾ എടുക്കുന്ന ബോഡി ഒരു തുണി കൊണ്ടിരുന്നു, ആ തുണിയിൽ കാല് കൈ അങ്ങനെ ശേഖരിച്ചതാണ് തോന്നുന്നത് എല്ലാം കൂടെ എടുത്ത്. പക്ഷേ DNA പ്രൊഫൈലിങ്ങിന് സാമ്പിൾ എടുക്കാൻ വരുന്നവർ അത് അറിയില്ല. അവർ ഈ സീനിൽ അവർ കാണുന്നത് ഈ ഫുള്ളായിട്ട് ബോഡി എടുക്കുന്നു, അധികം സാമ്പിൾ എടുക്കുന്നത് മാത്രമാണ്. ഈ സാമ്പിളിൽ മറ്റു ബോഡിയുടെ അംശങ്ങൾക്കെല്ലാം അത് DNA പരിശോധനയെ ഗുരുതരമായിട്ട് ബാധിക്കും എന്നുള്ള കാര്യം ബാധിക്കുമെന്നറിയാം. പക്ഷെ അങ്ങനെയാണ് ഈ ബോഡി ഇരിക്കുന്നത് എന്നുള്ള കാര്യം അവർക്ക് അറിയണമെന്നില്ല. അപ്പോൾ അതിന് പറ്റിയ ഒരു സംഭവം അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് ഇത്തരം വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നു. നമുക്കൊരു ബോഡി മൊത്തത്തിൽ എടുത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിന്റെ കാല് പ്രത്യേകം കൈ പ്രത്യേകം ഒക്കെ എടുത്ത് വെക്കുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം അല്ലേ മാറിപ്പോയിട്ടുണ്ടാവാം. ആ മാറിപ്പോയ ഭാഗമാണ് പിന്നെ ഇവര് DNA പരിശോധനയ്ക്ക് കൊണ്ടുപോയത്. DNA പരിശോധനയ്ക്ക് സാമ്പിൾ എടുക്കുന്ന അവർക്ക് ആവശ്യമുള്ള പോർഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ആ എടുത്ത പോർഷൻ ഈ കൈയും കാലും മറ്റു ഭാഗങ്ങളുമായി ബന്ധമില്ലാത്തതായി പോയാൽ DNA ബ്ലഡ് ഇടകലരുന്നതിൻ്റെ പ്രശ്നമുണ്ട്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതിനകത്ത് വരാം. അപ്പോൾ അത് കമ്മീഷണർക്ക് കൃത്യമായി കാര്യം ബോധ്യപ്പെട്ടു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കഷൻ വേണ്ട. എന്തായാലും അവർ എൻ്റെ ചിതാഭസ്മൊക്കെ ബന്ധുക്കൾ വന്ന് അതെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ കൈയൊക്കെ പ്രൂവ് ചെയ്താണ് അവർക്ക് ഈ ബോഡി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതല്ല, അത് തെറ്റി എന്നുള്ളതാണല്ലോ പറയുന്നത്. അവർക്ക് ഈ കഥകളൊന്നും അവർക്ക് വലിയ ധാരണയില്ല. വീട്ടുകാർക്ക് ബോഡി മാറിയെന്ന് പറയുന്നത് ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ചിതാഭസ്മം എടുത്തുകൊണ്ട് പോയിക്കോളൂ എന്ന് പറയുന്നത്. കാരണം ഈ ദുരന്തത്തേക്ക് അവരെ മാനസികമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴും. പക്ഷെ മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നിരവധി മറ്റ് പല രേഖകളും ആവശ്യമുണ്ട്. അപ്പോൾ ഇയാൾ മരണമടഞ്ഞു എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് അത് ബോധ്യപ്പെട്ട എന്നുള്ളത് പ്രധാനമാണ്. പ്രമാണത്തിലിരുന്ന വിരലടയാളം വരുന്ന കയ്യുമൊക്കെയാണ് നമ്മൾ അവർക്ക് കൊടുത്തത്. അവർക്ക് ബോധ്യമായി. അതാണ് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, ഞാൻ സാർ ഒരു കാര്യമുണ്ട്, കുറുപ്പ് മരിച്ചുവെന്നും അയാളുടെ ബോഡിയിൽ നിന്നുള്ള അയാളുടെ കയ്യിൽ നിന്നുള്ള വിരലടയാളമാണ് ഇതെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ആ മരിച്ചു എന്നുള്ളതിന് പരിപൂർണ്ണ വേറെ ഏതെങ്കിലും ഒരു ബോഡിയുടെ അംശം കലർന്നിട്ടുണ്ടെങ്കിൽ അത് DNA നോക്കുമ്പോൾ ചിലപ്പോൾ വ്യത്യാസം വന്ന് അതാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ മാത്രമേ സംഭവിക്കൂ. കാരണം DNA പരിശോധന തെറ്റില്ല. അത് ഞാൻ ഇപ്പോഴും DNA പരിശോധന എനിക്കതിൻ്റെ ശാസ്ത്രീയത പഠിച്ചിട്ടുള്ള ആളായതുകൊണ്ട് ഞാൻ പറയാം അത് തെറ്റില്ല. അതും പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ്, തീർച്ചയായിട്ടും അത്ഭുതമാണ്. ഫിംഗർ പ്രിന്റ് പോലെ മറ്റൊരു അത്ഭുതം തന്നെയാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ അത് പ്രത്യേകിച്ചും അത് പരിശോധിക്കുന്ന എത്രമാത്രം സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും സംവിധാനങ്ങളും വെച്ച് ബിയോണ്ട് ഡൗട്ട് അത് തെളിയിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കതിലൊന്നും, അത് പഠിച്ചിട്ടുള്ള ആളാണ്, ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്കതിലൊന്നും സംശയമില്ല. പക്ഷേ ഇങ്ങനൊരു സംഭവം, ഇതൊരു പ്രശ്നം സംഭവിക്കാവുന്നതാണ്. അപ്പോൾ അത് കമ്മീഷണർക്ക് അത് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കഷൻ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് തെളിയിക്കുന്നത് ഇതിപ്പോൾ ഇങ്ങനെ അപകടം സംഭവിച്ചൊരു സ്ഥലത്ത് നിന്ന് എടുത്ത് ഏതെങ്കിലും പീസ് മാറിപ്പോയോണ്ടായിരിക്കും ഇങ്ങനെ, അല്ലാതെ ഒരാളുടെ ബോഡി പൂർണ്ണമായിട്ടും ഉള്ള ബോഡി എടുത്ത് അതിലെ ഒരു സെല്ല് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും മാറാൻ തെറ്റില്ല. അതുപോലെ തന്നെ ഫുള്ളായിരിക്കുന്ന ഒരു ബോഡിയുടെ ഫിംഗർ പ്രിന്റ് എടുത്ത് നോക്കിയാലും അതിലും ഒരു മാറ്റവും. അതാണ് ഈ കേസുകൾക്ക് നമ്മളിത് വലിയ തെളിവായിട്ട്. ഫിംഗർ പ്രിന്റ് രണ്ട് വിരലടയാളം പരിശോധിക്കുമ്പോഴും ഞങ്ങൾക്ക് 3 ഉത്തരമേ ഉണ്ടാവും. ഒന്നുകിൽ ഐഡന്റിക്കൽ, അല്ലെങ്കിൽ നോട്ട് ഐഡന്റിക്കൽ, അല്ലെങ്കിൽ ഇത് നോട്ട് കമ്പയറബിൾ, അൺഫിറ്റ്.
അൺഫിറ്റ് ആവുന്നത് നമുക്ക് ആവശ്യമുള്ള നമുക്കിപ്പോൾ 8 ഐഡന്റിക്കൽ റിഡ്ജ് ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ റിലേറ്റീവ് പൊസിഷനിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്നുള്ള കാര്യം വിശദീകരിച്ചിട്ട് അതിനുള്ള സർഫസ് ഇല്ലെങ്കിൽ പ്രിന്റ് വേണ്ട രീതിയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കിത് ഏട്ടം നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. ഇല്ല തെളിയിക്കാനുള്ള ഏരിയ കിട്ടത്തില്ല. ഇല്ലെങ്കിൽ നമ്മൾ അൺഫിറ്റ് ആണെന്ന് പറഞ്ഞാൽ തിരിച്ച് മറുപടി കൊടുക്കും. ഇൻസഫിഷ്യന്റ് റിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്നുകൊണ്ട് നമ്മൾ തിരിച്ച് പറയുകയാണ് ചെയ്യുക. അതിപ്പോൾ നമ്മുടെ പ്രമാണങ്ങളിലൊക്കെ അശാസ്ത്രീയമായിട്ട് ഇപ്പോൾ ഈ പ്രിന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ മഷിപ്പാട് തുറന്ന് വെച്ച് കൊടുക്കുക, അതിനകത്ത് വിരൽ വെച്ചിട്ട് ഞാൻ വെച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എടുക്കുന്നതിൽ ഒരു 80% ഉപയോഗശൂന്യമായിരിക്കും. അത് വാസ്തവത്തിൽ അല്ലാതെ നമ്മളിപ്പോൾ പോലീസ് വെള്ളടയാളം ശേഖരിക്കുന്നത്, അതുപോലെ നമ്മുടെ രജിസ്ട്രേഷൻ വർക്ക് നടക്കുമ്പോൾ അവിടെ എടുക്കുന്നതുണ്ടല്ലോ, നമ്മുടെ അത് പ്രമാണം ചെയ്തിട്ടുള്ളവർക്കറിയാം. അത് അത് നമ്മുടെ വിരൽ അച്ചടി മഷി ഉരുട്ടിയിട്ട് പരത്തിയിട്ട് അതിൽ തന്നെ എടുക്കുന്നത്, അത് മിക്കവാറും എല്ലാം വ്യക്തത ഉള്ളതായിരിക്കും ആയിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിലെ വെള്ളടയാളം എന്ന് പറയുന്നത് ഈ അക്ഷരം അറിഞ്ഞുകൂടാത്തവരുടെ, അതായത് ഒപ്പിടാൻ അറിയാത്തവരുടെ ഒരു ഉപാധി എന്നുള്ള ധാരണയിലാണ് ആളുകൾ ഈ വെള്ളടയാളം പതിക്കുന്നത് പോലും പറഞ്ഞാൽ എനിക്ക് ഒപ്പിടാൻ അറിയാമല്ലോ എന്ന് അവർ തിരിച്ച് കയർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വാസ്തവത്തിൽ വിരലടയാളം വെച്ചുകൊണ്ടൊരു ഡോക്യുമെന്റ് തയ്യാറാക്കിയാൽ അതിനുള്ള ആധികാരികത ഒപ്പിട്ട ഒരു ഡോക്യുമെന്റ് കാണത്തില്ല. കാരണം നമ്മൾ തന്നെ 2 തവണ ഒപ്പിടുമ്പോൾ 2 ഒപ്പിലും പ്രത്യക്ഷത്തിൽ ഒന്നുപോലെ തോന്നാമെങ്കിലും വ്യത്യാസം ഉണ്ടാവാം. പക്ഷെ വിരലടയാളം അങ്ങനെ അല്ല. അപ്പൊ അതുകൊണ്ട് ഒപ്പ് ചിലപ്പം പലപ്പോഴും മാറിക്കൊണ്ടിരിക്കും അല്ലേ. നമ്മുടെ ഒപ്പ് നമുക്ക് തന്നെ അറിയാമല്ലോ. നമ്മൾ 10ാം ക്ലാസ്സിലെ ഒക്കെ ഇടുന്ന ഒപ്പല്ല, കാലം അനുസരിച്ച് നമ്മുടെ ഒപ്പ് മാറും. വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ ഒപ്പിന്റെ വടിമ നഷ്ടപ്പെടും. ഇതെല്ലാം സംഭവിക്കുന്നതാണല്ലോ. അല്ല പക്ഷേ അത് നമ്മൾ ഇപ്പോഴും ഒപ്പിന് അമിതമായ പ്രാധാന്യം കൊടുക്കുകയും വെള്ളടയാളത്തിന് തീരെ അവഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് നമുക്കിപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ട്രഷറിയിലും മറ്റുമൊക്കെ തന്നെ ഈ പ്രശ്നങ്ങളുണ്ട്. ഈ ഇംപേഴ്സണേഷനും അതുപോലെ തന്നെ ചെക്ക് ലീഫ്, ഇപ്പോൾ വൈഫും ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം ഉണ്ട്. പക്ഷേ ഭാര്യയുടെ ചെക്ക് ലീഫും മറ്റു കാര്യങ്ങളും ഭർത്താവിൻ്റെ കയ്യിലായിരിക്കും. അയാൾ ഭാര്യയുടെ ഒപ്പിട്ടുകൊണ്ട് അയാളുടെ FD പിൻവലിക്കാനോ അല്ലെങ്കിൽ പൈസ പിൻവലിക്കാനോ വരുന്ന സാഹചര്യങ്ങൾ ട്രഷറിയിലുണ്ടായിട്ടുണ്ട്. ട്രഷറിയിലെ സുഹൃത്തുക്കൾ അത് പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ വെള്ളടയാളം പരിശോധിക്കുക, ആ തരത്തിലൊരു ഇത് ഒഴിക്കുകയും അതിന് പരിശോധിക്കുന്ന കേസിൽ ഒരു വെള്ളടയാളം കൂടെ വെക്കുകയാണെങ്കിൽ ആ ഡോക്യുമെന്റ് ആധികാരികത എത്രയോ മടങ്ങ് വർദ്ധിക്കുകയാണ്. അപ്പം ഞാൻ ഫ്രോഡാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനും തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം കണ്ടുപിടിച്ചിട്ട് ഒരു ആധികാരികമായിട്ട് ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ടിന് അതിന് മറുപടി കൊടുക്കാൻ പറ്റും. അങ്ങനെ എത്രയോ ഡോക്യുമെന്റ്സ് ഞങ്ങളുടെ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ വരുന്നുണ്ട്. ഈ സിവിൽ ഡോക്യുമെന്റ്സ് പോലീസ് വകുപ്പിന്റെ കീഴിലാണെങ്കിലും ഈ സിവിൽ ഡോക്യുമെന്റ്സിലെല്ലാം തന്നെ ഫിംഗർ പ്രിന്റ് സംബന്ധമായിട്ട് അഭിപ്രായം പറയുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഞങ്ങളുടെ ഫിംഗർ പ്രിന്റ് ബ്യൂറോയാണ് പറയുന്നത്. ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ ഒരു ക്രൈം നടന്ന സ്ഥലത്ത് നിന്ന് ഒരു ഫിംഗർ പ്രിന്റ്, അത് ഏതൊക്കെ തലത്തിൽ, ഇപ്പോൾ ഗ്ലാസ്സിലാണെങ്കിൽ അല്ലെങ്കിൽ ചുവരിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അലമാരയിലാണെങ്കിൽ, മെറ്റൽ അലമാരയിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു തടി അലമാരയിലാണെങ്കിലൊക്കെ ഈ ഫിംഗർ പ്രിന്റുകൾ എല്ലായിടത്തും നമുക്ക് എടുക്കാൻ പറ്റുമോ? വെള്ളടയാളം അത് ഒരു കാര്യമുണ്ട്. വെള്ളടയാളം എങ്ങനെ പതിയും എങ്ങനെ പതിയാതിരിക്കും എന്നുള്ളത് പരസ്യമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് കാരണം അത് പലതരത്തിൽ മിസ്യൂസ് ചെയ്യപ്പെടാം. അത് നമ്മൾ ഞാൻ എൻ്റെ പുസ്തകത്തിലും വാസ്തവത്തിൽ ആ വിഷയത്തിലേക്ക് കടക്കാത്തത് എനിക്കത് എഴുതാൻ കഴിയാത്തത് കൊണ്ടല്ല, ആ വിഷയം അങ്ങനെ അവതരിപ്പിക്കരുത് എന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ്. കാരണം നമുക്ക് ചില സ്ഥലങ്ങളിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ചില സാഹചര്യങ്ങളിൽ കിട്ടാൻ എളുപ്പമാണ്, ചില സാഹചര്യങ്ങളിൽ പ്രത്യക്ഷത്തിൽ ഒന്നുമില്ലാന്ന് തോന്നും. പക്ഷേ അവിടെ വെള്ളടയാളം വളരെ യൂസ്ഫുള്ളായ രീതിയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അത് എങ്ങനെ എടുക്കാം, എവിടെയൊക്കെയാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് കാണുമ്പോൾ ഇന്നടത്തായിരിക്കും പതിഞ്ഞിരിക്കും. ഒരു കള്ളൻ പൊളിച്ച് കയറിയിരിക്കുന്ന സ്ഥലത്ത് ഇന്നടത്തൊക്കെ കിട്ടുമെന്ന് പബ്ലിക് കാണുന്ന തരത്തിലല്ല വെള്ളടയാളം കിടക്കുക. അപ്പോൾ അത് തൽക്കാലം അതൊരു സീക്രട്ടായിരിക്കട്ടെ എന്നാണ് ഞാൻ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ നമ്മൾ സാധാരണഗതിയിൽ ഈ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ, കൊലപാതകം അല്ലെങ്കിൽ ഒരു മോഷണമൊക്കെ നടന്നു കഴിഞ്ഞാൽ ബന്ധുക്കളും വീട്ടുകാരും മറ്റൊരു കയറി ഇതിങ്ങനെ അതിന് ഒരു മുൻകരുതൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അതായത് ഇത് നഷ്ടപ്പെട്ടു പോകാതെ ഫിംഗർ പ്രിന്റ് കാര്യമേ പറയാനുള്ളൂ. അത് കള്ളൻ കയറിയെന്നോ ഒരു കുറ്റകൃത്യം നടന്നുവെന്നോ കണ്ടാൽ ദയവായി സ്വന്തമായി പരിശോധന നടത്താതിരിക്കുക, സ്വന്തമായി നിഗമനങ്ങളിലും എത്താതിരിക്കുക. അത് പോലീസിൻ്റെ ജോലിയാണ്. അത് വെള്ളടയാള പരിശോധിക്കുന്നത് വെള്ളടയാള പരിശോധകൻ്റെ ജോലിയാണ്, ഫിംഗർ പ്രിൻ്റ് എക്സ്പെർട്ടിൻ്റെ ജോലിയാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിരവധി കേസുകൾ ഞങ്ങളൊക്കെ സർവീസിൽ ആദ്യം വരുമ്പോഴും ഇതെല്ലാത്തിലും പ്രാഗൽഭ്യം നേടിയിട്ട് വരുന്നവരല്ല. ഇത് ഞങ്ങളുടെ വർഷങ്ങളുടെ പരിചയത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് വെള്ളടയാളം പലപ്പോഴും കിടക്കുക. കുറേ വർഷങ്ങൾ ജോലി ചെയ്യുമ്പോൾ, ഞാൻ മാത്രമല്ല എന്നെക്കാളും പ്രഗത്ഭർ ഒരുപാട് പേരുണ്ട് അവിടെ. അവർ ഈ ക്രൈം സീനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ മനസ്സിലാക്കാൻ പറ്റും. ഇത് കള്ളൻ്റെയാണ്, ഇത് കള്ളൻ്റെ അല്ല എന്ന് വരെ മനസ്സിലാക്കാൻ പറ്റും. ഇതൊന്നും ദിവ്യദൃഷ്ടി കൊണ്ടൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ കള്ളൻ പിടിക്കുന്ന രീതിയും മറ്റു പരിചയം കൊണ്ട് കിട്ടും. മുഖം എപ്പോഴും 100%
ശരിയാവണമെന്നില്ല, പക്ഷേ വലിയ അളവ് ശരിയായിരിക്കും. അതായത് വെദർ ദിസ് പ്രിന്റ് ഇസ് ജെനുവിൻ മീൻസ് ഈ കൾപ്രിറ്റിൻ്റെ ആണോ എന്നുള്ളത് നമുക്ക് കുറേയൊക്കെ ഇത് ജെനുവിൻ ആയിരിക്കുമെന്ന് നമ്മൾ അപ്പം തന്നെ പറയും. ചില ആളുകൾ ആ സീനിൽ വെച്ച് തന്നെ ഇത് വെച്ച് ഇന്ന ആളാണെന്ന് പറയുന്ന സാഹചര്യം. എൻ്റെ സീനിയേഴ്സായിട്ടുള്ള ചില അതിലൊരു വേണുഗോപാലൻ നായർ എന്ന് പറയുന്ന അദ്ദേഹം മരിച്ചുപോയി. കോവിഡ് സമയത്ത് അദ്ദേഹം മരണമടഞ്ഞു. എന്നെ പോലെ ഡെപ്യൂട്ടി ഡയറക്ടറായി റിട്ടയർ ചെയ്തതാണ്. ഞാൻ ഒക്കെ ഗുരുസ്ഥാനീയരായി കാണുന്ന ഒരു നിരവധി പേരുണ്ട്. വേണു സാർ മാത്രമല്ല, ഈ ഗോപകുമാർ സാർ, ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച വേണുഗോപാലൻ സാർ, ഇങ്ങനെ വിജയകുമാരൻ നായർ സാർ, ഇങ്ങനെ നിരവധി പേരുണ്ട്. അവരൊക്കെ വിജയമാരാർ സാറുണ്ട്. ഇങ്ങനെ അവരൊക്കെ ഇതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന് നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിലും ഉണ്ട്. ഞാൻ അവരെ പേര് പറയാത്തത് അവരോട് എനിക്ക് ബഹുമാനമില്ലാത്തതല്ല. മനോഭാവം വേണം നമ്മുടെ. തീർച്ചയായിട്ടും. കാരണം ഇത് മനസ്സിൽ കൊണ്ടു നടക്കുന്ന എക്സ്പെർട്ടുമാരാണ്. എക്സ്പെർട്ടിൻ്റെ മനസ്സിൽ അത് ഇന്ന ആളാണെന്ന് പറയാം. ഞാൻ മറ്റൊരവസരത്തിൽ അവസരം കിട്ടുമെങ്കിൽ അത്ര അനുഭവം ഞാൻ പറയാം. അത് അവിടെ നിന്നുകൊണ്ട് ഈ കണ്ടിട്ട് ഉടനെ ഇന്ന കള്ളന്റെ ആണ് അല്ലെങ്കിൽ ഇന്ന കൊലപാതകയുടെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന വിധത്തിൽ ഈ വിരലടയാളം നമ്മുടെ മനസ്സിൽ പതി. അത് വർഷങ്ങൾക്ക് മുമ്പായിരിക്കും അതിന് മുമ്പ് ആ വ്യക്തി ആ കേസ് ഐഡന്റിഫൈ ചെയ്തത്. പക്ഷേ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അത് പിടിയിലാകുമ്പോൾ പോലും മനസ്സിലത് കിടക്കും. പ്രതി തന്നെയാണ് ഇതും എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് അങ്ങനെ പറയുന്ന, പക്ഷേ അവർക്കൊന്നും അവരർഹിക്കുന്ന ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ടോ? പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് അവരുടെ ആ ഒരു പ്രാഗൽഭ്യം എങ്ങനെയാണ് മറ്റുള്ളവർ മനസ്സിലാക്കുക? ഇല്ല. അത് ആ മനുഷ്യൻ്റെ മനസ്സിൽ ഉള്ള കിളിമാനുള്ള ഒരു അനിൽ സാർ, അദ്ദേഹം അവർക്ക് ഇതിൻ്റെ, ഞാൻ എല്ലാവരെയും പേരെനിക്ക് പറയാം, സാഹിബ് സാറുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. രാജേന്ദ്ര സാർ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അവരൊക്കെ തന്നെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരായിരുന്നു, പ്രഗത്ഭരായ വെള്ളടയാള വിദഗ്ധരായിരുന്നു, സംശയമൊന്നും വേണ്ട. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ, ഞാൻ ഇവിടെ ജോലി ചെയ്തുകൊണ്ട് പറയാം, ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രഗത്ഭരായ വെള്ളടയാള വിദഗ്ധരുടെ ഒരു നിരയുള്ളത് കേരളത്തിൽ. താങ്കളുടെ അഭിപ്രായത്തിൽ നമുക്ക് താല്പര്യമുണ്ട് ഈ വിഷയത്തിൽ, നമ്മൾ ഇതിനകത്ത് അർപ്പണ മനോഭാവത്തോട് നിന്നാൽ ഈ വിരലടയാളം വെച്ച് തന്നെ നമുക്കൊരു പ്രതിയെ നിഷ്പ്രയാസം കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് അല്ലേ? എന്നല്ല, പല ഉപാധികളൊന്നു തന്നെയാണ് വിരലടയാളം. പോലീസ് അന്വേഷണത്തിൽ പോലീസിനെ സഹായിക്കുക എന്നുള്ളതാണ്. വിരലടയാളം കൊണ്ട് മാത്രം കണ്ടെത്തിയ നിരവധി കേസുകളുണ്ട്. പക്ഷെ അങ്ങനെ തന്നെ ആവണമെന്നില്ല. ചില സ്ഥലങ്ങളിൽ വിരലടയാളങ്ങൾ ഉപയോഗപ്രദമല്ലാതെ പോകും. ആ സാഹചര്യങ്ങളിൽ മറ്റ് ഉപാധികൾ പോലീസ്, അതെല്ലാം ഫോറൻസിക് ലാബിൻ്റെ ഏതൊക്കെയാണ് പ്രധാനം ഈ വിരലടയാളം കൂടാതെ? ഫിംഗർ പ്രിന്റ് പോലീസിലെ ശാസ്ത്രീയ കുറ്റാന്വേഷണത്തിൽ പല വിഭാഗങ്ങളുണ്ട്. അതിൽ ഒന്ന് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയാണ്, നമുക്കറിയാം, എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. മറ്റൊന്ന് ഫിംഗർ പ്രിന്റ് ബ്യൂറോയാണ്. അതുപോലെ പോലീസ് ഫോട്ടോഗ്രാഫി ഫോറൻസിക്കിലാണ് ഈ നമ്മുടെ മുടി. അതെ അതെ. വെള്ളടയാള പരിശോധന എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ഏരിയ ആയതുകൊണ്ട് അത് പ്രത്യേക ഡയറക്ടറുടെ കീഴിലാണ് ആ വർക്ക് നടക്കുന്നത്. അത് പലപ്പോഴും നമ്മുടെ സീനിൽ പോകുമ്പോൾ ഫോറൻസിക് ലാബിലെ ഉദ്യോഗസ്ഥനും ഉണ്ടാവും, ഞങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങൾ ഫിംഗർ പ്രിൻ്റ് കാര്യങ്ങൾ നോക്കുക, മറ്റു കാര്യങ്ങൾ ബ്ലഡ് സാമ്പിൾ, അതുപോലെ തന്നെ ഹെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം അവരാണ് പരിശോധിക്കുക. അത് രണ്ട് വിഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ചില ഇന്ത്യയിൽ വേറെ ചില സംസ്ഥാനങ്ങളിൽ അത് ഒരു റൂഫിൽ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഉണ്ട്. ഇവിടെ ഷിബുവിൻ്റെ അഭിപ്രായത്തിൽ ഒരു മോഷണം അല്ലെങ്കിൽ ഒരു കൊലപാതകം ഒക്കെ നടന്ന ആ പ്രദേശത്ത് കഴിയുന്നതും പൊതുജനം പ്രവേശിക്കാതെ, സ്വന്തം വീടാണെങ്കിൽ പോലും അത് പിന്നെ പോലീസ് പരിശോധിക്കേണ്ട സ്ഥലമാണ് എന്നൊരു ധാരണയിൽ നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കുകയും പോലീസിനെ അത്രയേ ഉള്ളൂ. അതാണ് ചെയ്യേണ്ടത്. പോലീസിനെ സഹായിക്കാവുന്ന വെള്ളടയാളം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ സിനിമകളിലൊക്കെ കാണാറുണ്ട്. ഇങ്ങനെ തുണിയൊക്കെ കൂട്ടി പിടിച്ചിട്ടൊക്കെ ഒരു സാധനമൊക്കെ എടുത്തിട്ട് ഉടനെ നമ്മളെ വെള്ളടയം ചിലപ്പോൾ പതിയാതിരിക്കും അങ്ങനെ ചെയ്താൽ. പക്ഷേ മറ്റേ വെള്ളടയം നഷ്ടപ്പെടുകയാണ്. തൊട്ടാൽ മാഞ്ഞു പോകുന്ന വിയർപ്പ് കൊണ്ടുണ്ടാകും. വിയർപ്പിലെ കുറച്ച് സാൾട്ടിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അവിടെ വിയർപ്പിൻ്റെ ജലാംശം ആവിയായി പോയി കഴിയുമ്പോൾ മാറി ബാക്കി കിടക്കുന്നതാണ് ഈ അടയാളം. അത് നമ്മുടെ റിഡ്ജിലെ സ്വെറ്റ് പോറുകൾ എഴുതുകൊണ്ട് ഇതിൻ്റെ ഒരു റിപ്ലിക്ക മിറർ ഇമേജ് അവിടെ കിട്ടുന്നതാണ് ഈ സാധനം. അപ്പം അത് നമ്മൾ തൊട്ടാൽ മാഞ്ഞു പോകുന്നതാണ്. എന്നാൽ ചില സ്ഥലങ്ങളിലുണ്ട്. കള്ളനൊരു അലമാര തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെ വീണ്ടും വന്ന് വീട്ടുകാർ അവിടെ മോഷണം നടന്നിട്ടുണ്ടോ മറ്റു തെളിവ് നഷ്ടപ്പെടുകയാണ്. വീണ്ടും പരിശോധിക്കുമ്പോൾ ചിലപ്പം കള്ളൻ കൈവച്ച ആ കൈപ്പിടിയിലെ അടയാളം നഷ്ടപ്പെട്ടു പോയി. അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു റബ്ബർ സ്റ്റാമ്പ് എടുത്ത് അടിച്ചതിൻ്റെ പുറത്തൂടെ വീണ്ടും ആ റബ്ബർ സ്റ്റാമ്പോ മറ്റൊരു റബ്ബർ സ്റ്റാമ്പോ എടുത്ത് മഷിമുക്കി അടിച്ചാൽ ഉണ്ടാകുന്ന അവ്യക്തതയാണ്. ഓവർലാപ്പിംഗ് വരുമ്പോൾ നമുക്ക് നല്ല സങ്കടം തോന്നും. നമുക്ക് നമ്മളെ ലെൻസിലൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനെ മാഗ്നിഫൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇത് നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് സങ്കടം തോന്നും നമുക്ക്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ജെന്യുവനായിട്ട് പ്രിന്റ് കിട്ടുക എന്നുള്ളത് നമ്മളെ വളരെ സ്ട്രെയിനായിട്ട്, നമുക്ക് ഒരു സീനിൽ നമുക്ക് ഫാൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ, കാരണം എന്ന് വെച്ചാൽ ഈ കെമിക്കൽസ് ഒക്കെ എല്ലാം ഇതാവും. അപ്പോൾ അത് നമ്മൾ കൂടുതൽ ഇൻഹേൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് വിയർത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും ചെയ്യുന്നതിനിടയിലാണ് ഇവർ വന്ന് പിടിച്ച് നശിപ്പിച്ചതല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് വലിയ സങ്കടം തോന്നും. അത് കാരണം ഒരു ഫിംഗർ പ്രിന്റ്, ഒരു കള്ളൻ്റെ ഫിംഗർ പ്രിന്റിൻ്റെ മുകളിൽ വീട്ടുകാരൻ വന്ന് ആ അലമാരിയിൽ തന്നെ തുറന്നു നോക്കിയപ്പോൾ ഉണ്ടായ ഫിംഗർ പ്രിന്റ് വന്നാൽ
മിക്കവാറും കിട്ടാൻ വഴിയില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്തുള്ള ഓവർലാപ്പിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ട്രെൻഡ്, അതായത് ഈ റിഡ്ജസിൻ്റെ ട്രെൻഡൊക്കെ വെച്ചിട്ട് നമുക്ക് പക്ഷേ ഇതെല്ലാം സങ്കീർണമാക്കും, പ്രശ്നങ്ങളെ സങ്കീർണമാക്കിക്കൊണ്ടിരിക്കും, പരിശോധനാ രീതിയെ സങ്കീർണമാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൽ ഞാൻ ഒരിക്കലും തന്നെ ഞാനത് ഇതിൻ്റെ കുറച്ച് സീക്രട്സ് ഉണ്ട്. ആ സീക്രട്സ് എന്ന് പറയുന്നത് റിവീൽ ചെയ്യാതിരിക്കുന്നതാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് പബ്ലിക്കിന് വിശാലമായ അർത്ഥത്തിൽ അവയർനെസ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഇതിനകത്തുള്ള കൂടുതൽ കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നത് അത്തരത്തിൽ പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവായ കാര്യങ്ങൾ ആണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്.